ഇന്ന് പ്രശ്നമുണ്ടാക്കിയത് മുഴുവനും ഗവർണറാണ്, അല്ലാതെ SFIക്കാരല്ല. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് ഷോ കളിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. റോഡ് സൈഡിൽ നിന്ന് കരിങ്കടി കാണിച്ചവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി പ്രകോപനം ഉണ്ടാക്കാനായിരുന്നു ശ്രമം. പ്രതിഷേധക്കാർ അത് തിരിച്ചറിഞ്ഞ് പോലീസിന് വഴങ്ങിയപ്പോൾ പച്ചക്കള്ളം പറഞ്ഞ് കാര്യങ്ങൾ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനാണ് ഗവർണർ ശ്രമിച്ചത്. സം പീപ്പിൾ ട്രൈ ടു ഹിറ്റ് മൈ കാർ എന്ന് ഗവർണർ പറഞ്ഞു. അത് കള്ളമാണ്, കള്ളമാണ്, 100% കള്ളമാണ്. ഒരു പ്രവർത്തകൻ പോലും കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട്, ആർക്കും പരിശോധിക്കാം. ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന IPS ഉദ്യോഗസ്ഥനെ ശകാരിക്കുന്നു. വിളിക്ക് പ്രധാനമന്ത്രിയെ, വിളിക്ക് അമിത്ഷായെ എന്ന് അലറുന്നു. പോലീസ് മേധാവിയെ ഫോണിൽ വിളിച്ച് തർക്കിക്കുന്നു. അശ്ലീലമായിരുന്നു ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം. പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ ചടയമംഗലത്ത് നിന്ന് BJPക്കാരിയായ ഒരു അഭിഭാഷകയും കൊണ്ടുവന്ന് കസേര ഇട്ടുകൊടുത്ത് സൈഡിലിരുത്തിക്കാൻ. എന്തിന്? അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? തിരക്കഥയ്ക്ക് പിന്നിൽ BJP ആണ്, സംഘപരിവാറാണ്. അത് മനസ്സിലാക്കാൻ കേന്ദ്രസേന രാജ്ഭവനിലെത്തിയ വേഗം മാത്രം നോക്കിയാൽ മതി. റോഡ് സൈഡിൽ കുത്തിയിരുന്ന് 5 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചുറ്റും തോക്കേന്തിയ കേന്ദ്രസേന എത്തി. രാജ്ഭവനെ വലയം ചെയ്യാൻ പള്ളിപ്പുറത്തെ CRPF ക്യാമ്പിൽ നിന്ന് നിരനിരയായി ഉദ്യോഗസ്ഥരിറങ്ങി. ഏതറ്റം വരെ പോയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്തോ, ഞങ്ങളുണ്ട് കൂടെ എന്ന രാഷ്ട്രീയ സന്ദേശം ഇതുവഴി നൽകുകയാണ് BJP. കണ്ടോ, എൻ്റെ രക്ഷയ്ക്ക് കേന്ദ്രമുണ്ടെന്ന് പിണറായി വിജയനെ കാട്ടിക്കൊടുക്കാനുള്ള അവസരമായി ആരിഫ് മുഹമ്മദ് ഖാനും ഇതിനെ കാണുന്നു. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം കേന്ദ്രം തന്നതാണെന്ന് ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കമായി പറഞ്ഞു നടക്കുകയാണ് ഇപ്പോഴും ഗവർണർ. ഒന്നുമല്ലെങ്കിലും ഇമാതിരി കളികളൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളികൾ എന്നതെങ്കിലും ഇവരൊക്കെ ഓർക്കട്ടെ. യുദ്ധമുഖത്തെ പോരാളിയെപ്പോലെ സ്റ്റേറ്റിൻ്റെ തലവൻ നിൽക്കുമ്പോൾ ഗവർണർ വിരുദ്ധതയുടെ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾക്ക് വേണമെന്ന വാശിയിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. ഇടയ്ക്കൊന്ന് സമവായത്തിൻ്റെ പാത വെട്ടിത്തുറന്ന CPM-ന് മുമ്പിൽ ഇനി പോർമുഖം തുറക്കുകയേ രക്ഷയുള്ളൂ. ശാരീരിക ആരോഗ്യം ഫിറ്റാണെന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മാനസിക ആരോഗ്യം പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാതെ പറഞ്ഞത് അത് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന സന്ദേശമാണ്.